നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മോണിറ്റൈസേഷൻ കിട്ടുമെന്ന്. കാരണം കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി മുതൽ ഇങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തില്ല. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 കടന്ന് ജനുവരി ഏതാണ്ട് പകുതി ആയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ പോളിസികളിൽ ഒരുപാട് ചേഞ്ചസും വന്നിട്ടുണ്ട്. യൂട്യൂബ് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോയുടെ ഞാൻ 7 കാറ്റഗറിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങളുടെ ചാനൽ ഉള്ളതെങ്കിൽ, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ചാനൽ തുടങ്ങാൻ പോകുന്നതെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ 7 കാറ്റഗറിയിലും യൂട്യൂബ് ഇപ്പോൾ മോണിറ്റൈസേഷൻ നിർത്തി വച്ചിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഇനി മുതൽ നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തില്ല. ഏതാണ്ട് 90% കൂടുതൽ ഇത്തരത്തിലുള്ള ചാനലുകളുടെ ആഡ്സെൻസ് തന്നെ യൂട്യൂബ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 7 കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് വാർണിങ്ങും കാര്യങ്ങളും ഒന്നും തരത്തില്ല. പക്ഷേ നിങ്ങൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴായിരിക്കും യൂട്യൂബ് നിങ്ങൾക്ക് ഈ പണി തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കഷ്ടപ്പാടും വെറുതെ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട് കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 1 തൊട്ട് 7 വരെയുള്ള ഈ കാറ്റഗറികൾ ഓരോന്നായി ഞാനിവിടെ പറയാൻ പോവാണ്. നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇതിൽ അവസാനത്തെ കാറ്റഗറി പലർക്കും തോന്നും ഈസിലി മോണിറ്റൈസ് ആക്കാം എന്ന് തോന്നുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷേ അത് മോണിറ്റൈസ് ആകാറില്ല. പലരും ഇവിടെ പെട്ടുപോകാറുണ്ട്. ഇതിൽ ഒന്നാമത്തേത് റീയൂസ്ഡ് കണ്ടന്റ്. റീയൂസ്ഡ് കണ്ടന്റ് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും, ഇത് കുറേ നാളായിട്ട് കേൾക്കുന്നതാണ്, ഇത് കിട്ടത്തില്ലെന്ന് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡി മനസ്സിലാക്കുക. കാരണം ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരുടെ കണ്ടന്റൊക്കെ എടുത്തിട്ട് അതിൽ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തി അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിപ്പോൾ എൻ്റെ സ്വന്തം കണ്ടന്റായി എന്നുള്ള രീതിയിൽ അപ്ലോഡ് ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും മൂവി ക്ലിപ്സ് എടുക്കുകയോ വെബ് സീരീസിൻ്റെ ക്ലിപ്സ് എടുത്തിട്ടോ, അതും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ മറ്റുള്ളവരുടെ വീഡിയോയുടെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് അതിനെ ഒന്നിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ സൗണ്ട് കൂട്ടും, സൗണ്ട് കുറയ്ക്കും, ഫാസ്റ്റ് ആക്കും, സ്ലോ ആക്കും. ഈ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ എൻ്റെ ഹ്യൂമൻ എഫർട്ട് ഇവിടെ കൊണ്ടുവന്നു, ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇത് എൻ്റെ കണ്ടന്റാണ്. ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകളുണ്ട് പിൻട്രസ്റ്റിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇമേജസ് എടുത്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലും ഇനി മുതൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. കാരണം ഇതെല്ലാം റീയൂസ്ഡ് കണ്ടന്റ് ആണ്. റീയൂസ്ഡ് കണ്ടന്റിൻ്റെ കേസിൽ യൂട്യൂബ് ഇപ്പോൾ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കോർ കണ്ടന്റ് അത് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, അത് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇനി മുതൽ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, നിങ്ങൾ ഹ്യൂമൻ എഫർട്ട് നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളിവിടെ എഫർട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കഷ്ടപ്പാട് വെറുതെ ആയി പോകത്തേ ഉള്ളൂ. അതുമാത്രമല്ല വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് റീഅപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് റീഅപ്ലൈ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് നിർത്തിക്കൊള്ളുക. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, നിങ്ങളുടെ കഷ്ടപ്പാട് അവിടെ വേസ്റ്റ് ആകത്തേ ഉള്ളൂ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കോപ്പിറൈറ്റ് ഫ്രീ ഫുട്ടേജ് ഡൗൺലോഡ് ചെയ്തിട്ട്, കോപ്പിറൈറ്റ് ഫ്രീ ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുട്ടേജിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. എന്നിട്ട് അതിനോടൊപ്പം നിങ്ങൾ AI വോയിസ് അല്ലെങ്കിൽ റോബോട്ടിക് വോയിസ് കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ഇടരുതെന്നാണ്. ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഫുട്ടേജിനോടൊപ്പം ഞാൻ വോയിസ് ഓവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, നിങ്ങളിട്ടിരിക്കുന്ന ഈ കണ്ടന്റ് കോപ്പിറൈറ്റ് ഫ്രീ ഫുട്ടേജാണ്. കോപ്പിറൈറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല, പക്ഷേ അത് റീയൂസ്ഡ് കണ്ടന്റ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിനോടൊപ്പം വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവർ അല്ല, അത് AI വോയിസ് ഓവറാണ്. നിങ്ങളുടെ എഫർട്ട്, നിങ്ങളുടെ ഹാർഡ് വർക്ക് അവിടെ എവിടെയും ഇല്ല. അപ്പോൾ ഇതിലും യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒരിക്കലും തരത്തില്ല. വേറൊരു കാര്യം, ഇതേ രീതിയിൽ നിങ്ങൾ കോപ്പിറൈറ്റ് ഫ്രീ ഫുട്ടേജ് യൂസ് ചെയ്ത് അതിൽ AI വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾ റിപ്പീറ്റഡ്ലി ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വേറെ പല പ്രശ്നങ്ങളും വരും. നിങ്ങളുടെ ചാനൽ തന്നെ യൂട്യൂബ് സ്പാം ആക്കി കളയും. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതും എത്രയും പെട്ടെന്ന് നിർത്തിക്കൊള്ളുക. ഇതിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ കണ്ടന്റ്. ഇത് യൂട്യൂബിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. ഇതിനെ യൂട്യൂബ് ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫേക്ക് പ്രാങ്ക്. ഫേക്കായിട്ട് നമ്മൾ ആരെങ്കിലുമായിട്ട് പ്രാങ്ക് കാണിക്കുക. അതായത് ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഒളിഞ്ഞിരുന്നിട്ട് താഴേക്കിടെ ആരെങ്കിലും മോട്ടോർ ബൈക്കിൽ പോവുകയാണെങ്കിൽ അവരുടെ മുകളിൽ വെള്ളം എടുത്തൊഴിക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ആളെ ഇവർക്ക് അറിയത്ത് പോലും ഉണ്ടാകത്തില്ല. പിന്നീടായിരിക്കും ഇവരുടെ മുന്നിലോട്ട് ചെന്നിട്ട് ഇത് പ്രാങ്ക് ആയിരുന്നു ചേട്ടാ എന്ന് പറയുന്നത്. ചിലർ നല്ല അടിയും വെച്ച് കൊടുക്കും ഇവന്മാർക്ക്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. രണ്ടാമത്തേത്, നിങ്ങളൊരു ഡേഞ്ചറസ് സ്റ്റണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഹാമിങ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഹാം ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അതും ഡേഞ്ചറസ് കണ്ടന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന വീഡിയോസ്, അത് വീഡിയോ എന്നല്ല, അത് നിങ്ങൾ തംബ്നെയിലിൽ കൊടുത്താൽ പോലും അത് പ്രശ്നമാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്യുന്നതെങ്കിൽ, അതായത് ആളുകളെ നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അതും ഡേഞ്ചറസ് കണ്ടന്റ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ കാറ്റഗറികളെല്ലാം നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മില്യൺസിൽ VC കിട്ടിയെന്ന് വരാം, 5 മില്യൺ 10 മില്യൺ ഒക്കെ നിങ്ങൾക്ക് VC കിട്ടിയെന്ന് വരാം. പക്ഷേ ഇതെല്ലാം ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ കണ്ടന്റ് ആണ്. ഈ കണ്ടന്റുകൾക്കൊന്നും യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തില്ല. അടുത്തത് അഡൾട്ട് ആൻഡ് സെക്സ്വൽ കണ്ടന്റ്. ഇങ്ങനെയുള്ള കണ്ടന്റുകളും ഇനി മോണിറ്റൈസ് ആകാൻ ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിലിൽ സെക്സി ഇമേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിലൂടെ ഓവർ സെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചിലർ പറയും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ യൂട്യൂബിൽ ഉണ്ടല്ലോ, ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കണ്ടന്റുകൾ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ പറ്റൂ. ആ രീതിയിലായിരിക്കും ആ വീഡിയോസ് യൂട്യൂബിൽ പോകുന്നത്. അപ്പോൾ ഈ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഈ അഡ്വർടൈസേഴ്സ് അതിൽ പരസ്യവും കയറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ പരസ്യം കയറിയില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൈസയും കിട്ടത്തില്ല. അപ്പോൾ യൂട്യൂബ് ഈ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അതിൽ പരസ്യം കയറുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് ഇനി മുതൽ മോണിറ്റൈസേഷനും കൊടുക്കത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലൂടെ എങ്ങനെ ഗാംബ്ലിംഗ് ചെയ്യാം, എങ്ങനെ ബെറ്റിംഗ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഏണിംഗ് ആപ്സ് ഉണ്ട്, അതിലൂടെ എങ്ങനെ ഗെയിം കളിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം, ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസിനും ഇത്തരത്തിലുള്ള ചാനലിനും ഇനി മുതൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ യൂട്യൂബിൽ ഉണ്ടാകത്തില്ല, അവർ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അപ്പോൾ നിങ്ങളുടെ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി പോയാലോ ഇവിടെ സർക്കംവെൻഷൻ പോളിസി വരും. പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു ചാനൽ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാതിരിക്കുന്നതിലേ നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്ന് നിർത്തിക്കോളുക. അടുത്ത കാറ്റഗറി ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളും യൂട്യൂബിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടും ഉണ്ടാവും. അതായത് അവർ എവിടുന്നെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് കണ്ടുപിടിക്കും, എന്നിട്ട് അതിന് വീഡിയോയിൽ കൊടുക്കുന്നതോ ഒരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്, അതും അല്ലെങ്കിൽ ഒരു ഇമേജ് മാത്രമായിരിക്കും കൊടുക്കുന്നത്, അതും അല്ലെങ്കിൽ നമ്മുടെ ഈ സൗണ്ട് വേവിൻ്റെ ആനിമേഷൻ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഈ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് കൊടുത്തിട്ടായിരിക്കും അവർ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കിട്ടിയെന്ന് വരാം. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് ഇനി മുതൽ മോണിറ്റൈസേഷൻ കൊടുക്കത്തില്ല. ഇത്തരത്തിലുള്ള വീഡിയോസും റീയൂസ്ഡ് കണ്ടന്റ് തന്നെയാണ്. ഇനി അടുത്ത കാറ്റഗറി, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, യൂട്യൂബിൽ കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്ന വീഡിയോസാണ്. അവർ ആ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഉറപ്പാണ് ഇത് മോണിറ്റൈസ് ആകും, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഉറപ്പായിട്ട് മോണിറ്റൈസ് ആകും എന്ന് തോന്നുന്ന തരത്തിലുള്ള വീഡിയോസാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതേ രീതിയിൽ അവർ വീഡിയോസൊക്കെ ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അവർ 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് അവർ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴോ അവർക്കൊരു മെയിൽ വരും, നിങ്ങളുടെ കണ്ടന്റ് അഡ്വർടൈസർ ഫ്രണ്ട്ലി കണ്ടന്റ് അല്ല, നിങ്ങൾ ഞങ്ങളുടെ മോണിറ്റൈസേഷൻ പോളിസി മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും അവർക്ക് മെയിൽ വരുന്നത്. ഇത്തരത്തിലുള്ള കണ്ടന്റിനെയാണ് ലോ ക്വാളിറ്റി നോ എഫർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ്, ആ വീഡിയോയിൽ കുറേ ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ ടെക്സ്റ്റ് ചിലപ്പോൾ ആനിമേറ്റ് ആവുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു എഫർട്ട് ഇല്ല, ഇത്തരത്തിലുള്ള കണ്ടന്റ് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ടെംപ്ലേറ്റ് മാത്രം കൊടുത്ത് ആ ടെംപ്ലേറ്റിനുള്ളിൽ കുറേ വീഡിയോ ക്ലിപ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ വീഡിയോ ക്ലിപ്സ് ചിലപ്പോൾ പ്ലേ ആവുന്നുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെയും നിങ്ങളുടെ എഫർട്ട് ഇല്ല, ഇതും യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യത്തില്ല. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ചില ആളുകൾ ഫോൺ എടുത്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെച്ച് ഇതേപോലെ അങ്ങ് നടക്കും. കാണുന്ന വഴിയിലൂടെയും റോഡിലൂടെയും മാർക്കറ്റിലൂടെയും ഇതുപോലെ നടന്ന് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് എന്തൊക്കെയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിടും. നിങ്ങൾ അവിടെ ഒന്നും പറയുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മോണിറ്റൈസേഷൻ കിട്ടും, ആ ഒരു ഉറപ്പിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡ്ലെസ് കണ്ടന്റ് ആണ്. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഹ്യൂമൻ എഫർട്ട് ഇല്ല, അവിടെ ഒരു സ്റ്റോറി ലൈൻ ഇല്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഷയിൽ ഇത് ലോ ക്വാളിറ്റി നോ എഫർട്ട് വീഡിയോസ് ആണ്. ഇങ്ങനെയുള്ള കണ്ടന്റിന് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തില്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പൂരങ്ങൾ നടക്കുന്നിടത്തും ആഘോഷങ്ങൾ നടക്കുന്നിടത്തും സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കുന്നിടത്തും ഒക്കെ പോയിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് നേരെ അപ്ലോഡ് ചെയ്തിടുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങളുടെ ഒരു എഫർട്ടും ഇല്ല, നിങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കോ. ഇങ്ങനെയുള്ള ഒരു കണ്ടന്റിനും ഇനി മുതൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ
മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ 7 കാറ്റഗറിയിലുള്ള വീഡിയോസിനാണ് ഇനി മുതൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടാത്തത്. ഈ ഒരു സംഭവം യൂട്യൂബ് ഓൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുതൽ ഈ കണ്ടന്റുകൾ നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നേരായ രീതിയിൽ നിങ്ങളുടെ എഫർട്ട് കൊടുത്ത് വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോവുക. എങ്കിലേ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.